കുഞ്ഞുമക്കളെ, നിങ്ങൾ എല്ലാവരും ഉറങ്ങാൻ പോവുകയാണോ? നമ്മുടെ പീറ്റർ മുയലിന്റെ കഥ കേട്ടിട്ട് വേണ്ട ഇന്നുറങ്ങാൻ. അപ്പോൾ എല്ലാവരും വേഗം കണ്ണുകൾ മെല്ലെ അടച്ച് വളരെ ശാന്തമായി ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിച്ച് ഇരുന്നോളൂ. നമ്മളിതാ പീറ്ററിന്റെ കാട്ടിലേക്ക് പോവുകയാണ്. പണ്ട് പണ്ട് വളരെ അകലെയുള്ള ഒരു കാടിന്റെ അറ്റത്ത് ആകാശം മുട്ടുന്ന ഒരു വലിയ ഓക്ക് മരത്തിന്റെ ചുവട്ടിൽ സുരക്ഷിതമായ ഒരു മാളമുണ്ടായിരുന്നു. അവിടെ അമ്മ മുയലും അവളുടെ 4 ഓമന കുട്ടികളും വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു. പട്ടുപോലെ മൃദുവായ രോമങ്ങളുള്ള ഫ്ലോപ്സി, മോപ്സി, കോട്ടൺ ഗെയിൽ, പിന്നെ എല്ലാവരിലും കുസൃതിയും വികൃതിയുമായ പീറ്റർ എന്നിവരായിരുന്നു ആ മക്കൾ. ഒരു ദിവസം രാവിലെ അവർക്ക് ഭക്ഷണം നൽകിയ ശേഷം അമ്മ മുയൽ അവരെ അരികിൽ വിളിച്ചു. അവരുടെ കുഞ്ഞുടുപ്പുകൾ ശരിയാക്കി കൊടുത്തുകൊണ്ട് അമ്മ ഗൗരവത്തിൽ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് ഇന്ന് കാട്ടിലെ പാതയോരത്തോ പുൽമേടുകളിലോ പോയി കളിക്കാം. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ മിസ്റ്റർ മഗ്രിഗറുടെ വലിയ തോട്ടത്തിലേക്ക് മാത്രം നിങ്ങൾ പോകരുത്. നിങ്ങളുടെ അച്ഛൻ ഒരിക്കൽ അവിടെ പോയതാണ്. പിന്നീട് അദ്ദേഹം ഒരിക്കലും തിരിച്ചു വന്നില്ല. അമ്മയുടെ വാക്കുകൾ കേട്ടതും അനുസരണയുള്ള കുട്ടികളായ ഫ്ലോപ്സിയും മോപ്സിയും കോട്ടൺ ഗെയിലും തലയാട്ടി. അവർ വേഗം കുട്ടകളുമായി കാട്ടുപഴങ്ങൾ പറിക്കാൻ പാതയോരത്തേക്ക് തുള്ളിച്ചാടിപ്പോയി. എന്നാൽ നമ്മുടെ പീറ്റർ അല്പം വ്യത്യസ്തനായിരുന്നു. അമ്മ വീട്ടിലേക്ക് കയറിയതും പീറ്ററിന്റെ കുസൃതി കണ്ണുകൾ തിളങ്ങി. അമ്മ എന്തിനായിരിക്കും അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞത്? അവിടെ തീർച്ചയായും എന്തെങ്കിലും അത്ഭുതങ്ങൾ ഉണ്ടാകും, പീറ്റർ സ്വയം ചിന്തിച്ചു. അവൻ സഹോദരങ്ങളെ അനുഗമിക്കുന്നതിന് പകരം നേരെ മഗ്രിഗറുടെ തോട്ടം ലക്ഷ്യമാക്കി ഓടി. തോട്ടത്തിന്റെ വലിയ ഇരുമ്പ് ഗേറ്റിനരികിലെത്തിയപ്പോൾ പീറ്റർ ഒന്ന് നിന്നു. പിന്നെ മെല്ലെ നിലത്ത് കിടന്ന് ഗേറ്റിനടിയിലെ ചെറിയ വിടവിലൂടെ ഉള്ളിലേക്ക് അരിച്ചു കയറി. ഉള്ളിലെ കാഴ്ച കണ്ട് പീറ്റർ അന്തം വിട്ടുപോയി. നിരനിരയായി നിൽക്കുന്ന പച്ചപ്പുള്ള ലെറ്റ്യൂസ് ഇലകൾ, മഞ്ഞും തണുപ്പുമേറ്റ് നിൽക്കുന്ന ബീൻസുകൾ, ഭൂമിക്ക് താഴെ ഒളിച്ചിരിക്കുന്ന ചുവന്നു തൊടുത്ത ക്യാരറ്റുകൾ. പീറ്റർ ഓരോന്നായി കടിച്ചു തിന്നാൻ തുടങ്ങി. കടക് മുടക് കടക് മുടക്. അത്രയും രുചിയുള്ള പച്ചക്കറികൾ അവൻ ജീവിതത്തിൽ കഴിച്ചിരുന്നില്ല. വയറ് നിറഞ്ഞപ്പോൾ അവന് ചെറിയൊരു വയറുവേദന തോന്നി. അത് മാറാൻ അല്പം മല്ലിയില തിരഞ്ഞ് തോട്ടത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് നടക്കുകയായിരുന്നു പീറ്റർ. പെട്ടെന്നാണ് ഒരു വലിയ നിഴൽ പീറ്ററിന്റെ മേൽ പതിഞ്ഞത്. പേടിയോടെ നോക്കിയ പീറ്റർ കണ്ടത് കൈക്കോട്ടുമായി നിൽക്കുന്ന മിസ്റ്റർ മഗ്രിഗറെയാണ്. പീറ്ററെ കണ്ടതും അദ്ദേഹം ക്രോധത്തോടെ ആക്രോശിച്ചു. നിൽക്കട കുഞ്ഞി കള്ള! പീറ്റർ സർവ്വശക്തിയുമെടുത്ത് ഓടി. തോട്ടം മുഴുവൻ അവൻ വട്ടം ചുറ്റി. പരിഭ്രമത്തിനിടയിൽ അവന്റെ ഒരു ഷൂസ് ക്യാബേജ് ചെടികൾക്കിടയിൽ ഊരിപ്പോയി. മറ്റേ ഷൂസ് ഉരുളക്കിഴങ്ങ് തോട്ടത്തിലും നഷ്ടമായി. ഇപ്പോൾ അവൻ 4 കാലിൽ കാറ്റിന്റെ വേഗത്തിൽ പായുകയാണ്. പക്ഷേ കഷ്ടകാലം എന്ന് പറയട്ടെ, അവന്റെ പുതിയ നീല ജാക്കറ്റിലെ വലിയ ബട്ടണുകൾ ചെടികൾക്ക് ചുറ്റും കെട്ടിയിരുന്ന ഒരു വലയിൽ കുടുങ്ങിപ്പോയി. മഗ്രിഗർ അടുത്തെത്തിയതും പീറ്റർ ജാക്കറ്റ് ഊരിയെറിഞ്ഞ് വീണ്ടും ഓടി. വിയർത്ത് കുളിച്ചും കിതച്ചും പീറ്റർ ഒരു ചെറിയ ഷെഡിനുള്ളിൽ കയറി. അവിടെ കണ്ട ഒരു നനയ്ക്കുന്ന പാത്രത്തിനുള്ളിലേക്ക് ചാടി വീണു. അതിനുള്ളിൽ നിറയെ തണുത്ത വെള്ളമായിരുന്നു. പീറ്റർ അനങ്ങാതെ അവിടെ ഇരുന്നു. പുറത്ത് മഗ്രിഗർ ഓരോ ചെടിച്ചട്ടിയും മാറ്റി നോക്കുന്നത് പീറ്റർ കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പീറ്ററിന്റെ മൂക്കിൽ എന്തോ ഒരു തരിതരിപ്പ് തോന്നി. അവന് തുമ്മല് നിർത്താൻ കഴിഞ്ഞില്ല. ശബ്ദം കേട്ടതും മഗ്രിഗർ ഷെഡിനുള്ളിലേക്ക് പാഞ്ഞു വന്നു. പീറ്റർ തന്റെ സകല ധൈര്യവും സംഭരിച്ച് പാത്രത്തിൽ നിന്ന് പുറത്തു ചാടി. മഗ്രിഗർ അവനെ പിടിക്കാൻ കൈ നീട്ടിയെങ്കിലും പീറ്റർ ഒഴിഞ്ഞു മാറി ഒരു ജനാലയിലൂടെ പുറത്തേക്ക് കുതിച്ചു. അവൻ തോട്ടത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. ഒടുവിൽ ദൂരെയുള്ള ആ പഴയ ഗേറ്റ് അവന്റെ കണ്ണിൽപ്പെട്ടു. മഗ്രിഗർ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. പീറ്റർ കണ്ണുകളടച്ച് ഒരൊറ്റ കുതിപ്പിന് ഗേറ്റിനടിയിലൂടെ പുറത്തേക്ക് നൂഴ്ന്നിറങ്ങി. തോട്ടത്തിന് പുറത്തെത്തിയതും അവൻ വീട്ടിലേക്ക് ഒറ്റയോട്ടം വെച്ചു കൊടുത്തു. തന്റെ പ്രിയപ്പെട്ട മരച്ചുവട്ടിലെ സുരക്ഷിതമായ വീട് കാണുന്നത് വരെ അവൻ ഒന്ന് തിരിഞ്ഞുപോലും നോക്കിയില്ല. പീറ്റർ വീട്ടിലെത്തിയപ്പോൾ ആകെ അവശനായിരുന്നു. അവന്റെ സുന്ദരമായ നീല ജാക്കറ്റും പുതിയ ഷൂസുകളും നഷ്ടപ്പെട്ടിരുന്നു. ദേഹമാകെ ചെളിയും വിയർപ്പും പുരണ്ടിരുന്നു. അമ്മ മുയൽ അവനെ കണ്ടതും ദയനീയമായി നോക്കി. അവൾക്ക് എല്ലാം മനസ്സിലായി.
പീറ്റർ ക്ഷീണം കൊണ്ട് നിലത്ത് തളർന്നു വീണു. അമ്മ അവനെ മെല്ലെ എടുത്ത് കിടക്കയിൽ കിടത്തി. അന്ന് രാത്രി ഫ്ലോപ്സിയും മോപ്സിയും കോട്ടൺ ഗെയിലും തങ്ങൾ ശേഖരിച്ച കാട്ടുപഴങ്ങളും പാലും ബ്രെഡും കഴിച്ച് ചിരിച്ചുല്ലസിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ പീറ്ററിന് ആ വിരുന്നിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അവന് കഠിനമായ വയറുവേദനയും പനിയും തുടങ്ങിയിരുന്നു. അമ്മ അവന് കയ്പുള്ള ചായ ഉണ്ടാക്കി കൊടുത്തു. ഇത് കുടിച്ച് വിശ്രമിക്കൂ, അനുസരണക്കേട് കാണിച്ചാൽ ഇങ്ങനെയിരിക്കും, അമ്മ സ്നേഹത്തോടെ അവനെ ഓർമ്മിപ്പിച്ചു. കിടക്കയിൽ കിടക്കുമ്പോൾ പീറ്റർ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഓരോന്നായി ഓർത്തു. അമ്മയുടെ വാക്ക് കേൾക്കാതെ പോയതുകൊണ്ടാണ് തനിക്ക് ഇത്രയും വലിയ അപകടം സംഭവിച്ചതെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആ തോട്ടത്തിലെ രുചിയുള്ള ഭക്ഷണത്തേക്കാൾ എത്രയോ വിലപ്പെട്ടതാണ് സ്വന്തം ജീവനും അമ്മയുടെ സ്നേഹവും സുരക്ഷയും എന്ന് പീറ്റർ മനസ്സിലാക്കി. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ പീറ്റർ ഒരു തീരുമാനമെടുത്തു. ഇനി മുതൽ താൻ മുതിർന്നവർ പറയുന്നത് കേൾക്കുമെന്നും സാഹസികത കാണിക്കുമ്പോൾ വിവേകം കൂടി ഉപയോഗിക്കുമെന്നും അവൻ ഉറപ്പിച്ചു. പീറ്റർ വീണ്ടും പഴയതുപോലെ കൗതുകമുള്ള കുട്ടിയായി തുടർന്നു. പക്ഷേ ഇപ്പോൾ അവൻ ഒരു കാര്യം കൂടി പഠിച്ചിരിക്കുന്നു. യഥാർത്ഥ വീരൻ എന്നാൽ അപകടങ്ങളിൽ ചെന്ന് ചാടുന്നവനല്ല, മറിച്ച് ബുദ്ധിയോടെ ജീവിക്കുന്നവനാണ്. അന്ന് തൊട്ട് ആ വലിയ മരച്ചുവട്ടിലെ വീട്ടിൽ പീറ്ററും കുടുംബവും എല്ലാ അപകടങ്ങളിൽ നിന്നും അകന്ന് സുരക്ഷിതമായി വസിച്ചു. അങ്ങനെ നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എൻ്റെ കുഞ്ഞുമക്കളും പീറ്ററിനെ പോലെ കണ്ണുകളും മെല്ലെ പൂട്ടി സുന്ദരമായ സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങിക്കൊള്ളൂ.